പാർട്ടി നേതൃത്വവുമായി അകന്നതിന് പിന്നാലെ എസ് രാജേന്ദ്രനെ പ്രതിരോധത്തിലാക്കാൻ CPM അദ്ദേഹത്തിന്റെ മകളെ കരുവാക്കിയെന്ന് വെളിപ്പെടുത്തൽ. മകൾ താമസിച്ചിരുന്ന ഹോസ്റ്റൽ മുറിയിലെ സഹപാഠികളെ മാറ്റി CPM വനിതാ നേതാവിനെ അവിടെ താമസിപ്പിച്ചു. മകൾക്ക് ആപത്തുണ്ടാകുമോ എന്ന് ഭയന്ന എസ് രാജേന്ദ്രൻ CPMന്റെ കൺവെൻഷനിൽ പങ്കെടുക്കേണ്ടി വന്നുവെന്നും BJP ആലപ്പുഴ മേഖലാ പ്രഭാരി N ഹരി ആരോപിച്ചു. ഒരു പ്രാവശ്യം അദ്ദേഹം നമ്മളുമായി ചർച്ച നടത്തിയ എന്നൊരു സമയം ഒരു ഇലക്ഷന്റെ സമയമാണ്. അദ്ദേഹത്തിന്റെ മകള് എറണാകുളത്ത് പഠിക്കുകയാണ്. പിറ്റേ ദിവസം കൺവെൻഷൻ. അദ്ദേഹം ഒരു പരിപാടിക്കും പോകാറില്ല. ലോ കോളേജിലാണ് പഠിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു സന്ദർഭം, എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അദ്ദേഹം ഒരു പിതാവ് കൂടിയാണ്. മുൻ MLA ആയിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു പിതാവ് കൂടിയാണ്. ആ പെൺകുട്ടി താമസിക്കുന്ന, അദ്ദേഹത്തിന്റെ മകള് താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് അവിടെ താമസിച്ചിരുന്ന ആളുകളെ മാറ്റി. നിങ്ങൾ അറിയണം, പകരം അവിടെ വേറൊരു നേതാവിനെ കൊണ്ട് താമസിപ്പിച്ചു. നേതാവ് എന്ന് പറയുന്ന ഒരു മഹിളാ നേതാവിനെ കൊണ്ട് താമസിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ മകള് രാത്രിയിൽ ഫോൺ ചെയ്യുകയാണ്, അച്ഛാ നാളെ രാവിലെ ഈ മീറ്റിങ്ങിന് പോണം. അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം ആ മീറ്റിങ്ങിന് പോകാതെ മാർഗമില്ല. അദ്ദേഹം ഒരു പിതാവ് കൂടിയായതുകൊണ്ടാണ് പോയത്. സുബിൻ തോമസ് ഇടുക്കിയിൽ നിന്നും ചേരുകയാണ്. സുബിൻ, ഈ എസ് രാജേന്ദ്രൻ BJPയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഇടുക്കി ജില്ലയിലെ CPMന്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള എം എം മണി പറഞ്ഞത് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. അതായത് ഒരു കൊലവിളി മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു കൊലവിളിയുടെ സ്വഭാവമുള്ള ഭീഷണി എം മണിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയായിരുന്നു. ഇപ്പോൾ ഇതാ BJP മേഖലയുടെ പ്രഭാരിയായിട്ടുള്ള N ഹരി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഈ എം മണി പറഞ്ഞതുമായി കൂട്ടിയോജിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെത് കേവലം ഒരു ആരോപണമല്ല, അത് കഴമ്പുള്ള കാര്യം തന്നെയാണ് N ഹരി പറയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും നാളുകളായി ഇത്തരത്തിൽ എസ് രാജേന്ദ്രൻ BJPയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടിരുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോഴെല്ലാം തന്നെ അത് എസ് രാജേന്ദ്രൻ നിരാകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് BJPയുമായി ചർച്ച നടക്കുമ്പോൾ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ എസ് രാജേന്ദ്രൻ അത് നിരാകരിക്കുന്ന ഒരു സാഹചര്യമാണ് മുമ്പ് ഉണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്നുള്ളത്, ഇത്തരത്തിൽ മുമ്പ് ഈ ആരോപണങ്ങൾ, ഇത്തരത്തിൽ ചെറിയ സൂചനകളെല്ലാം ലഭിക്കുമ്പോൾ, എസ് രാജേന്ദ്രൻ BJPയിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ ലഭിക്കുമ്പോഴെല്ലാം തന്നെ CPMന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വെളിപ്പെടുത്തലാണ് എന്തായാലും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും ഈ എസ് രാജേന്ദ്രൻ ഈ പാർട്ടിയുമായി ബന്ധപ്പെടുമ്പോഴെല്ലാം തന്നെ ഇത്തരത്തിൽ CPMന്റെ ഭാഗത്തുനിന്ന് മകളെ ഉൾപ്പെടെ നിർത്തിയുള്ള പ്രതിരോധം, അതായത് മകൾ പഠിക്കുകയാണ്, ആ മകളെ ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് എസ് രാജേന്ദ്രനെ CPMയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ഒരു ശ്രമം CPMന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ N ഹരി മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എസ് രാജേന്ദ്രനെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത്തരത്തിൽ പല ഘട്ടത്തിലും CPMന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ള കാര്യം എസ് രാജേന്ദ്രൻ മുമ്പും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഓക്കെ സുബിൻ, എന്തായാലും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇപ്പോൾ BJP നേതാവ് N ഹരി ചൂണ്ടിക്കാണിക്കുന്നത്. BJPയിലേക്ക് എത്തിയ എസ് രാജേന്ദ്രന്റെ മകളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ BJP പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചില പ്രതിരോധം തീർക്കാൻ CPM ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ മകളുടെ ഹോസ്റ്റലിലെ മുറിയിൽ നിന്ന് മറ്റ് സഹപാഠികളെ ഒഴിവാക്കി അവിടേക്കൊരു CPM വനിതാ നേതാവിനെ എത്തിച്ചുകൊണ്ടുള്ള ചില തന്ത്രങ്ങളാണ് CPM പയറ്റിയത്. ഈ കാര്യമാണ് N ഹരി ഓർമ്മപ്പെടുത്തിയത്.